നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഭയങ്കര സങ്കടത്തോടുകൂടി നിവിനെ കാണാൻ ചെല്ലുന്നുണ്ട് വിനീത്. പിന്നീട് വിനീത് കാര്യങ്ങളൊക്കെ പറയാണ്. ഗംഗയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ. ഗംഗയെ പെണ്ണ് കാണാൻ വന്നു, ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ അവളുടെ കല്യാണം കാണുന്നൊക്കെ. അത് കേട്ടുകഴിഞ്ഞപ്പോ നിവിൻ പറഞ്ഞു, അല്ല നിനക്ക് സംസാരിക്കാൻ മേലായിരുന്നോ ഗംഗയോട്? ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ? അല്ലെങ്കിലും അമ്മാവനുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് താല്പര്യമില്ലായിരുന്നു ഈ വിവാഹത്തിന്. പിന്നെ ഇപ്പൊ ഞാൻ കരുതി ഈ കുറച്ച് നാളുകൾ കൊണ്ട് എന്നെ ഇഷ്ടമായിരിക്കുന്ന. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന്. എന്റെ മനസ്സിൽ മാത്രമുള്ള ഇഷ്ടം അവളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു കാരണവശാലും വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. വിനീതെ, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന സ്വപ്നം കല്യാണം മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി എനിക്ക് അവള് സ്വന്തമായിരിക്കുമെന്ന്. പക്ഷെ അതൊക്കെ വെറുതെ ആയി പോയല്ലോ. ഒടുവില് നിവിന് വിനീതനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ്. എന്നാലും വിനീതിന്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ കാവേരി ജോലിക്കായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരി അങ്ങോട്ട് വന്നു. രാജേശ്വരി വന്നിട്ട് ചോദിച്ചു, ഇപ്പൊ സമയം എന്തായാലും നിനക്ക് അറിയാവുന്ന ചോദിച്ചു. അല്ല അത് പിന്നെ അതെ, നിന്റെ തോന്നിയാസം വരാനും പോകാനുള്ളതൊന്നും അല്ല ഇവിടെയെന്ന് പറഞ്ഞു. കൃത്യമായിട്ടൊരു സമയമുണ്ട്, ആ സമയത്ത് വന്നോണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, കാവേരി എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നമ്മേ കുറച്ച് ലേറ്റ് ആവുന്ന. അതിന് നിന്നോട് ഞാൻ ചോദിച്ചോ? നിന്റെ സപ്പോർട്ട് ചോദിച്ചോ? അവളുടെ വായിക്കകത്ത് നാക്കുണ്ട്, അവള് പറയട്ടെ, നീയാണോ അവൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ചോദിച്ചു. ആ സ്ഥിതി കേട്ടപ്പോ നിന്ന് ചിരിക്കുകയാണ്. ആ സമയത്ത് കാവേരി പറഞ്ഞു, സോറി മാഡം, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ശരി, കുറച്ച് ലിസ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്ക്. ചിലർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവരെയൊക്കെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് രാജേശ്വരി നിവിനോട് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ട് വന്നേ, ബാങ്കിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞു. രാജേശ്വരി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ആ സമയത്ത് നിവിൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമത്തോടുകൂടി കാവേരി നിൽക്കുന്നുണ്ട്. എന്താ കാവേരി, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്താ? ഓ, ഗംഗേച്ചിനെ പെണ്ണ് കാണാനായിട്ട് ചെറുങ്കൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞു. സാരമില്ല, അമ്മയുടെ കാര്യമില്ലേ, അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാ, അത് കാര്യമാക്കണ്ടല്ല എന്ന് പറഞ്ഞു. അല്ല എന്നാലും നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ. അത് പിന്നെ ഗംഗേച്ചിയെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നല്ല പ്രായമുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ പ്രായം വരും, അത്ര ഉള്ള ഒരാളാന്ന് പറഞ്ഞു. അല്ല പിന്നെന്തിനാ ഇത്ര വിഷമിച്ച് ഗംഗേച്ചി കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കണേ? അതോ? അതെ, നിവിന്റെ അമ്മാവനുണ്ടല്ലോ, നിവിന്റെ അമ്മാവനെ ഈ ആലോചന കൊണ്ടുവന്ന അങ്കിള്, അങ്ങനെയാണ് എല്ലാത്തിനും കാരണം. അതിന് അങ്കിളിനോട് പറഞ്ഞാ പോരെ ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്ന് പറഞ്ഞാലത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ബന്ധം നടക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ അങ്കിളിനെ ആദ്യം വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞു. കൊല്ലാനോ? പിന്നല്ലാതെ, മനുഷ്യവിടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ഒരു സമാധാനം തരില്ല എന്ന് പറഞ്ഞാല് എല്ലാത്തിനും കാരണം നിങ്ങളുടെ ആ അങ്കിളാണ്, ജയപാലൻ അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, അല്ല അങ്കിള് കൊടുന്ന ആലോചനയാണെങ്കിൽ ഗംഗേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ തീരാവുന്നല്ലേ ഉള്ളൂ. പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അതിന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ നിവിനെ? അതിന് തലയിലേക്ക് കയറണ്ടേ? എന്റെ അമ്മയ്ക്കാണെങ്കിലോ ജയപാലൻ അങ്കിള് പറയുന്നെല്ലാം വേദവാക്യ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അയാളെ കണ്ടപ്പോ തൊട്ടങ്ങ് ദേഷ്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ ചോദിച്ചു, അല്ല കാവേരിയുടെ മനസ്സിൽ കാവേരിയുടെ പുരുഷനെ കുറിച്ചൊരു സങ്കല്പമൊക്കെ ആണല്ലോ, എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ. അത് പിന്നെ അത്ര വലിയ സങ്കല്പമൊന്നുമില്ല, പക്ഷെ എന്നെ എന്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നതായിരിക്കണം, അല്ലാതെ ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമായിരിക്കില്ല, എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ മനസ്സിലുള്ള പുരുഷനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളും കാവേരി പറയാണ്. നിവിൻ അതെല്ലാം കേട്ടു തന്നു. നിവിനോർത്ത്, ഓഹോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ സങ്കല്പങ്ങള്. കുഴപ്പമില്ല, നോക്കാം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നിവിന്റെ മനസ്സിൽ. ഇതേ സമയം ശാരദ അടുക്കളയിൽ അവരുടെ ജോലിയായിരുന്നു. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ട് വന്നു. ഗംഗയെ ശാരദയോടൊപ്പം ജോലി ചെയ്യാൻ കൂടുകയാണ്. അപ്പോഴേക്കും ഗംഗയോട് ശാരദ ചോദിച്ചു, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. നിനക്ക് ആ ആലോചന വന്ന് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അതിന് ഗംഗ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ജയപാലനെ വിളിക്കുന്നത്. ഗംഗ പറഞ്ഞു, അമ്മേ ജയപാലൻ ഞങ്ങളെ ഫോൺ വിളിക്കണേന്ന് പറഞ്ഞു. നീ കോൾ എടുക്ക്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അമ്മ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കൊടുത്തു. ഈ സമയത്ത് ജയപാലൻ പറഞ്ഞു, ശാരദേ, ചെറുക്കൻ വീട്ടുകാർക്ക് ഗംഗയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം എന്ന് നടത്താന്ന് അവര് ചോദിക്കുന്നത്, ഞാൻ അവരോട് എന്താ പറയണ്ടേന്ന് ചോദിച്ചു.
ശാരദ ആകെപ്പാടെ പെട്ടുപോയി. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് ശാരദ പറഞ്ഞു, അത് പിന്നെ ജയപാലേട്ട, ആ ചെക്കന് കുറച്ച് പ്രായക്കൂടലുണ്ടെന്ന് തോന്നല്ലോ. നല്ല പ്രായമുള്ളവർ തോന്നുന്നുണ്ട്. ഇവിടെ കുട്ടികളാരും സമ്മതിക്കുന്നില്ല ഈ വിവാഹം നടത്താനായിട്ട്. അവര് പറയുന്നേ ഈ ആലോചന വേണ്ടെന്നാ പറയണേ. അതാണോ ഇപ്പൊ കാര്യം? നീ എന്തറിഞ്ഞിട്ടാ ശാരദ പറയണേ? കുട്ടികൾ അങ്ങനെയൊക്കെ പറയും, അവർക്ക് ബോധമില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ അവരോടൊപ്പം കിടന്ന് കളിക്കണോ? നിനക്ക് സാമാന്യം വിവരം ബോധമൊക്കെ ഉള്ളതല്ലേ? ലോകം കണ്ടവളല്ലേ നീ? നിനക്ക് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ മേലേ? ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. കാരണം കയ്യിലാണെങ്കിൽ 5 പൈസ എടുക്കാനില്ല. ഒരു കല്യാണം നടത്താന്ന് പറഞ്ഞാൽ നല്ല ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് സ്ത്രീധനമൊന്നും വേണ്ടാന്ന് പറഞ്ഞൊരു ചെക്കൻ വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അല്ലെങ്കിലോ അതുപോലെ നമ്മുടെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിവാഹം നടത്താം. ഇതിപ്പം അവരിങ്ങോട്ടേക്ക് സ്വർണ്ണം ഇട്ട് കെട്ടിക്കോളാന്നാ പറയണേ. കല്യാണത്തിന് വേണ്ടി നമ്മൾ പണമൊന്നും മുടക്കുകയും വേണ്ട. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുള്ള പണമൊക്കെ ഞാൻ മുടക്കിക്കൊള്ളാന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, എന്നാലും ജയപാലേട്ട എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതുപോലെ നല്ലൊരു ആലോചന വരാനില്ല. സിനൂപ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. അവൻ നല്ലവനാ. പിന്നെ പ്രായത്തിന്റെ കാര്യം, അവന്റെ ഒക്കെ തലയെക്കുറിച്ച് മുടിയില്ലെന്നല്ലേ ഉള്ളൂ. അത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ആ ടൈഫോയിഡ് വന്നു കഴിഞ്ഞപ്പോൾ പോയതാന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗംഗയുടെ വിവാഹം നടത്താം. അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ. അരവിന്ദിന് ഇപ്പം ഇല്ലാന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇനി ഇതിന് താഴെ 3 പെൺകുട്ടികളും കൂടെ ഉണ്ട്. അവരുടെ കല്യാണം നടത്തണ്ടേ? ഒരാളുടെ മാത്രം പോരല്ലോ. എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്നു കിട്ടുകയാണെങ്കിൽ നല്ലതാന്ന് കരുതണം. ഇല്ലെങ്കിൽ ഒരു കല്യാണം നടത്താനായിട്ട് എത്ര രൂപ ഉണ്ടെങ്കിലാ? ഗംഗയ്ക്ക് പ്രായം കൂടി വരുക. ചെക്കന്മാരൊന്നും ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് ഒരു പെണ്ണിനെയും കെട്ടാൻ തയ്യാറാവത്തില്ല എന്ന് പറഞ്ഞു. ഒടുവില് ശാരദ പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ജയപാലേട്ട എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടുകയാണ്. പിന്നീട് ഗംഗയോട് പറഞ്ഞു, ജയപാലേട്ടൻ വിളിച്ചേ, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചെക്കൻ വീട്ടുകാർക്ക്. അപ്പൊ ഈ കല്യാണം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ച. ഗംഗ ഒന്നും മിണ്ടിയില്ല. എന്താ ഗംഗ, നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് എമിനി അങ്ങോട്ടേക്ക് വന്നു. എമിന് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താമ്മ ഇങ്ങനെ? അയാളെ കണ്ടാൽ തന്നെ അറിയാലോ സിനൂപിന് നല്ല പ്രായമുണ്ടെന്ന്. അയാളെ പോലെ ഒരുത്തനെ കൊണ്ട് നമ്മുടെ ഗംഗേച്ചിയെ കല്യാണം കഴിപ്പിക്കാനാണോ? അതൊന്നും ശരിയാവുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ശാരദയോട് നീ മിണ്ടരുത്, നീ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഗംഗയാണ് അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, ഞാനെന്ത് പറയാനാ, അമ്മ തീരുമാനിച്ചോ. അല്ലെങ്കിലും എന്റെ തീരുമാനത്തിന് അനുസരിച്ചല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. അമ്മയുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ ഞാൻ എതിരെ നിൽക്കില്ല എന്ന് പറഞ്ഞു. യമന് പറഞ്ഞു, ഗംഗേച്ചി എന്തൊക്കെയാ പറയണേ? ഗംഗേച്ചിക്ക് എന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. നീ മിണ്ടണ്ട, ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗംഗ മുറിയിലേക്ക് പോയി. യമുനിക്ക് ഭയങ്കര വിഷമായി. പിന്നീട് വൈകുന്നേരം കാവേരി വന്നപ്പോൾ യമൻ ഈ കാര്യം ചെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗംഗേച്ചിയുടെ ആ സിനൂപിന്റെ കല്യാണം നടക്കും. അയാളെ പോയിട്ട് കിളവനെ പിടിച്ചു കൊടുക്കാനാണോ ഗംഗേച്ചി? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു പറഞ്ഞു. കാവേരി പറഞ്ഞു, ഗംഗേച്ചിയുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആ ജയപാലനങ്ങള് അയാളാണ് എല്ലാത്തിനും കാരണം. അയാൾക്ക് ഇതിനകത്ത് എന്തോ ഒരു ഉടായ്പുണ്ടെന്ന് എനിക്ക് തോന്നേ. അയാളുടെ മട്ടും ഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം വിനീത് ഭയങ്കര ടെൻഷനോടുകൂടി വീട്ടിലേക്ക് എന്നു. സുജാത വന്നിട്ട് പറഞ്ഞു, ബാ വന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ വിനീത് എഴുന്നേറ്റില്ല. എടാ നിന്നോടാ പറഞ്ഞ ആഹാരം കഴിക്കാനായിട്ട്. വിനീത് പറഞ്ഞു, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ അവിടുന്ന്? നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് ദേഷ്യപ്പെട്ട് എന്താവാനാ? ഓ, ഇനിയിപ്പം ആ രാജകുമാരിയെ കിട്ടാത്തന്റെ വിഷമമായിരിക്കൂല്ലേ? അല്ല, അവളെ പെണ്ണ് കാണാനായിട്ട് ആരാണ്ടൊക്കെ വന്നറിയാൻ കഴിഞ്ഞു. ഓ, അപ്പൊ അതിന്റെ സങ്കടത്തിൽ ഇരിക്കുമായിരിക്കില്ലേ? എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല. അതിന് അവൾക്ക് നിന്നെ ഇഷ്ടമില്ലല്ലോ. എടാ, അങ്ങോട്ട് കെട്ടിക്കേറി ചെല്ലുന്നതിനൊന്നും ഒരു വില ഉണ്ടായിരിക്കില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമില്ല, നീ എത്ര പിന്നാലെ നടന്നിട്ടും കാര്യമില്ല. നല്ലൊരു കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ അവളുടെ പിന്നാലെ നടന്ന് ജീവിതം കളയാതെ. അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമില്ല. അവളെ എന്നല്ല, ആ കുടുംബത്തിൽ ഒറ്റ എണ്ണത്തിന് ഇഷ്ടമില്ല. ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാത്തിന്റെ അഹങ്കാരം എന്തായിരുന്നു? ആ വീട് തിരികെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്വർഗം കിട്ടിയതുപോലെയല്ലേ എല്ലാരും കൂടെ ഓടിയത്. മൈൻഡ് ചെയ്തോ നമ്മളെയൊക്കെയെന്ന്? അല്ലെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് അരവിന്ദേണ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് എന്താ സംഭവിച്ചേ? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടോ നീയും ഗംഗയും നമ്മളെ കല്യാണം നടത്തിയോ? അപ്പൊ അവര് ഗൾഫുകാരന്റെ പിന്നാലെ പോയി. ഇപ്പൊ പൈസ ഇല്ല, പണവും പ്രതാപവും ഒന്നും ഇല്ലാത്തോണ്ട് നിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് അവരൊന്നും നോക്കി ആ ശാരദ. പക്ഷെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പത്തിന് വേറെ ആലോചനയായിട്ട് വന്നിരിക്കുന്നേ. എടാ, നീ ഇനിയിപ്പൊ അവളെ മോഹിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുമായിട്ടുള്ള ബന്ധം നടക്കാനൊന്നും പോകുന്നില്ല. അവളെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സുജാത ഉപദേശിക്കുകയാണ്. നല്ല ദേഷ്യം വന്നു വിനീതിന്. പിന്നീട് എന്ത് ചെയ്തു? ആഹാരപാത്രം അങ്ങ് തട്ടി നീക്കി വെക്കുകയാണ്. ദേമേ,
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നേ, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.